2019 BJPയുടെ രണ്ടാം ഊഴം. ആ രണ്ടാം ഊഴം വന്നപ്പോൾ RSSന്റെ തനി അജണ്ടയാണ് നടപ്പാക്കാൻ തുടങ്ങിയത്. അജണ്ടയിൽ ഏറ്റവും പ്രധാനമാണ് മതനിരപേക്ഷത താർക്കൽ. മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെക്കാൻ പറ്റിയ സാധനം പൗരത്വമാണ്. പൗരത്വം മതാടിസ്ഥാനത്തിലാക്കുക. ആ നിയമഭേദഗതിയല്ലേ കൊണ്ടുവന്നത്. അതിനെതിരെ വലിയ പ്രക്ഷോഭം രാജ്യത്തുയർന്നു. ആ പ്രക്ഷോഭത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായോ? കോൺഗ്രസ് എവിടെയെങ്കിലും ഉണ്ടായോ? മറ്റെല്ലാവരും ഉണ്ടായല്ലോ. എന്തുകൊണ്ടാണ് കോൺഗ്രസ് മാത്രം മാറി നിന്നത്? ഡൽഹിയിലെ പ്രക്ഷോഭത്തിൽ ഒരുപാട് ദേശീയ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ. ഏതെങ്കിലും കോൺഗ്രസ്സുകാരനെ ആ കൂട്ടത്തിൽ കാണാനുണ്ടോ? എന്തേ കാണാൻ ഇല്ലാതിരുന്നത്? കേരളത്തിൽ ഞങ്ങൾ ആ നിയമഭേദഗതി വന്നപ്പോൾ തന്നെ ഇവിടെ നടപ്പാക്കില്ല എന്ന് ആദ്യം പ്രഖ്യാപിച്ചു. തുടർന്ന് എല്ലാവരും കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും എല്ലാം ഉണ്ടായി. സർവകക്ഷി യോഗം ചേർന്നു. അതിലും കോൺഗ്രസ് ഉണ്ടായി. നിയമസഭയുടെ പ്രത്യേക യോഗം വിളിച്ചു. പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കണം, അത് റദ്ദ് ചെയ്യണം എന്ന് പറയുന്ന പ്രമേയം ഏകണ്ഠമായി അവതരിപ്പിച്ചു. പ്രതിപക്ഷ നേതാക്കളെല്ലാം ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്താണ് കോൺഗ്രസ് പിൻവാങ്ങാൻ കാരണം? ഞങ്ങളിനി യോജിച്ച പ്രക്ഷോഭത്തിനില്ല എന്നിവിടെ കോൺഗ്രസ് തീരുമാനിക്കാൻ എന്താ കാരണം? കേരളത്തിന് പുറത്ത് എവിടെയും നിങ്ങൾ ഈ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടില്ല. കേരളത്തിൽ മാത്രം അങ്ങനെ വേണ്ട എന്ന് നിങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടാകാം. കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിർദ്ദേശമനുസരിച്ചല്ലേ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ആ യോജിച്ച പ്രക്ഷോഭത്തിൽ നിന്ന് പിൻവാങ്ങിയത്? അല്ല എന്നുണ്ടെങ്കിൽ എന്തേ രാഹുൽ ഗാന്ധി പറയാത്തത്? പറയണം. ഞാനിത് കുറച്ച് ദിവസമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങളെ പേരും പറയുന്നുണ്ടല്ലോ. എന്തേ നിങ്ങൾ പറയാത്തത്? നിങ്ങൾ പറ, ആര് പറഞ്ഞിട്ടാണ് ആ പിൻവാങ്ങലുണ്ടായത് എന്ന്. പോട്ടെ, 4 വർഷം മുൻപുള്ള കാര്യമാണല്ലോ അത്. ഇപ്പോൾ ചട്ടം കൊണ്ടുവന്നു 4 വർഷത്തിന് ശേഷം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ. RSS അജണ്ട മതനിരപേക്ഷത താർക്കുക. അതിനു വേണ്ടിയല്ലേ അത്? എല്ലാവരും പ്രതിഷേധിച്ചല്ലോ. നിങ്ങളെ ശബ്ദം ഉണ്ടായോ? കോൺഗ്രസിൻ്റെ ശബ്ദമാണ് ഞാൻ ചോദിക്കുന്നത്. കോൺഗ്രസിൻ്റെ ശബ്ദമുയർന്നോ ഇതിനെതിരായിട്ട്? നിങ്ങളുടെ പ്രസിഡന്റിനോട് നേരിട്ട് ചോദ്യമല്ലേ മാധ്യമപ്രവർത്തകർ, എന്താണ് ഈ ചട്ടങ്ങളെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം? എന്താ മറുപടി പറഞ്ഞത്? സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. രാത്രി ആലോചിച്ച് പറയാം എന്നാണ് കോൺഗ്രസ് പ്രസിഡന്റിൻ്റെ മറുപടി.